ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ ബ്ലോഗിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞ് ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളത് എൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കി, ഇത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുണ്ടാവില്ല. ഇതൊക്കെ എൻ്റെ കലാവിരുതാണ്. ഇത് കണ്ടാലും പേടിച്ചൊന്നും പോകരുത്. അപ്പോൾ ഞാൻ ചാറിനകത്ത് വരച്ചേക്കുന്നതെന്ന് വെച്ചാൽ LM-നും PM-നും ഫുഡ് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് എഴുതിയേക്കുന്നത്. അതായത് അംഗൻവാടിയിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും പിന്നെ മുല കിട്ടുന്ന അമ്മമാർക്കും നമുക്ക് അംഗൻവാടിയിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട് ഫുഡ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ ചാറിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ചാർട്ടിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പെട്ടെന്ന് അത്ര ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അംഗൻവാടിയിൽ നിന്ന് ഗോതമ്പ് കിട്ടുന്നുണ്ട്, ഉഴുന്ന് കിട്ടുന്നുണ്ട്, എണ്ണ കിട്ടുന്നുണ്ട്, ശർക്കര. അപ്പോൾ ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മുല കിട്ടുന്ന അമ്മമാർക്കും സെയിം ഇത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കുന്നതിൽ നമുക്ക് അളവൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ LM-നും PM-നും നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് അളവൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കൊടുക്കുന്നുള്ളതിന്. അപ്പോൾ ഗോതമ്പ് നമുക്ക് കൊടുക്കുന്നത് 2.5 പാക്കറ്റാണ്. LM-നും PM-നും കൊണ്ട് കൊടുക്കുന്നത് 2 പാക്കറ്റാണ്. പിന്നെ എണ്ണയും ഉഴുന്നും നമ്മൾ 150 ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ശർക്കര 600 ഗ്രാം. ഇങ്ങനൊരു അളവിലാണ് നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ 2 പേർക്കും സെയിം അളവിൽ തന്നെയാണ് നമുക്ക് അംഗൻവാടിയിൽ ഫുഡ് കൊടുക്കുക. പിന്നെ നമ്മൾ 6 മാസം കഴിഞ്ഞ് കുട്ടികൾക്ക് 6 മാസം കഴിഞ്ഞ് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അംഗൻവാടിയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അമൃതം പൊടിയാണ്. 6 മാസം കഴിഞ്ഞ് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് അമൃതം പൊടിയാണ്. അപ്പോൾ അത്രയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ചാർട്ടിനകത്ത് വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അംഗൻവാടിയുടെ ടൈം കയറി വരുവാണെങ്കിൽ ജസ്റ്റ് ഈ ചാർട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എന്തൊക്കെ ഫുഡാണ് നമ്മൾ അംഗൻവാടിയിൽ കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത് വരച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.